എൻ്റെ പേര് കാവ്യ. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാനൊരു CA സ്റ്റുഡൻ്റ് ആണ്. ആദ്യമായി 10th പഠിക്കുമ്പോഴാണ് CA എന്നൊരു കോഴ്സിനെ തന്നെ കുറിച്ച് കേട്ടത്. പക്ഷേ വീട്ടിൽ ആർക്കും താല്പര്യമില്ലായിരുന്നു ഞാൻ ഈ കോഴ്സിന് പോകുന്നതും ഇത് പഠിക്കുന്നതും ഒന്നും. കാരണം ഞാൻ ഭയങ്കര ടെൻഷനുള്ള ആളാണ്. ഒരു മാർക്ക് പോയാലും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുകയും ബഹളം വയ്ക്കുകയും കരയൊക്കെ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ കോഴ്സിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ തന്നെ ഇതിന് പോകണ്ട, ഇങ്ങനൊരു ടഫ് കോഴ്സിന് നീ പോകണ്ട, ഇതിന് ചേർന്ന് കഴിഞ്ഞാൽ നീ പാസ്സായില്ലെങ്കിൽ ഈ ടെൻഷനൊക്കെ കാണാൻ ഞങ്ങളെ കൊണ്ട് വയ്യ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. അങ്ങനെ അവരെന്നെ കൺവിൻസ് ചെയ്തുകൊണ്ട് 10th കഴിഞ്ഞിട്ട് സയൻസ് എടുപ്പിച്ചു. സയൻസ് എടുത്തു കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞിട്ട് എൻ്റെ ഈ ആഗ്രഹം മാറുമെന്ന് വിചാരിച്ചു. പക്ഷേ +2 കഴിഞ്ഞിട്ട് ഞാൻ CAക്ക് തന്നെ പോയാൽ മതിയെന്ന് ഒറ്റ ഇതിൽ നിന്നുകൊണ്ട് തന്നെ വീട്ടുകാരും അധ്യാപകരും അവസാനം എൻ്റെ വാശിക്ക് തന്നെ സമ്മതിച്ചു തന്ന് നീ പോ, പക്ഷേ ഇതിൽ നിന്ന് എന്ത് വന്നാലും നീ തന്നെ സഹിച്ചോണം, ഇതിൽ നിന്ന് പാസ്സായാലും ഇല്ലെങ്കിലും നീ സങ്കടപ്പെടാൻ പാടില്ല, ഇതിൻ്റെ ടെൻഷനൊന്നും നീ കാണാൻ പാടില്ല, ഇതിൽ നിന്ന് എന്ത് വന്നാലും നീ തന്നെ സഹിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ ആഗ്രഹത്തിന് തന്നെ നിന്ന് എന്നെ വിട്ടു. ആദ്യത്തെ ഫൗണ്ടേഷനും ഇൻ്റർമീഡിയറ്റിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പും ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായി. പക്ഷേ അപ്പം എനിക്കൊരു 20% ദൈവത്തിൽ വിശ്വാസമുണ്ട്. ഒരു 80% എൻ്റെ കഴിവിലും ഒരു 20% ദൈവത്തിലും വിശ്വാസം. എന്നാലും ഞാൻ എൻ്റെ ഹാർഡ് വർക്ക് മാത്രം വിശ്വസിച്ചിരുന്ന ഒരാളാണ്. ഞാൻ പഠിച്ചാൽ മാത്രം ഞാൻ പാസ്സാവും, ദൈവത്തെ വിളിക്കണം, എന്നാലും എൻ്റെ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പാസ്സാവത്തുള്ളൂ എന്ന് മാത്രം വിചാരിച്ചിരുന്ന ഒരാളാണ്. അത് കഴിഞ്ഞ് ഇൻ്ററിൻ്റെ സെക്കൻഡ് ഗ്രൂപ്പ് എഴുതി തുടങ്ങിയപ്പോഴാണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ച് തുടങ്ങിയത്. അതുവരെ ഞാൻ എൻ്റെ കഴിവ് മാത്രം വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു. സെക്കൻഡ് ഗ്രൂപ്പ് എഴുതി ആദ്യത്തെ ചാൻസിൽ തന്നെ ഫെയിലായി. ആദ്യത്തെ ചാൻസ് ഫെയിലായത് പക്ഷേ എക്സംഷനോടായിരുന്നു. ഒരു പേപ്പറിന് ഒരു 60 മാർക്ക് കൂടുതൽ കിട്ടിയാൽ ഒരു 3 ചാൻസ് നമുക്കത് എഴുതണ്ട. പക്ഷേ ആ 3 ചാൻസ് കഴിഞ്ഞാൽ പിന്നെ ആദ്യം തൊട്ട് അത് എഴുതി തുടങ്ങണം. അതുപോലെ തന്നെ 4 പേപ്പറും ഒരുമിച്ച് കിട്ടിയാലേ പാസ്സാവത്തുള്ളൂ. അഗ്രഗേറ്റ് ഒരു 200 കിട്ടിയാലേ പാസ്സാവത്തുള്ളൂ. ഏതെങ്കിലും ഒന്ന് പോയാൽ നമ്മൾ ഫുൾ ആദ്യം തൊട്ട് എഴുതി തുടങ്ങണം. അപ്പോൾ എനിക്കൊരു പേപ്പറിന് എക്സംഷൻ കിട്ടി. അപ്പോൾ എനിക്കൊരു 3 അറ്റംപ്റ്റിനുള്ളിൽ ഞാനിത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഞാൻ ആ പേപ്പർ തൊട്ട് ആദ്യം തൊട്ട് വീണ്ടും എഴുതി തുടങ്ങണം. അങ്ങനെ ആദ്യത്തെ അറ്റംപ്റ്റ് ഓക്കെ, എക്സംഷൻ കിട്ടി, ഇനി അടുത്ത അറ്റംപ്റ്റ് ഓക്കെ നോക്കാം, ഇനി 3 പേപ്പറല്ലേ ഉള്ളൂ, അതങ്ങ് എഴുതിയെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്ത അറ്റംപ്റ്റ് എഴുതി അതും ഫെയിലായപ്പോഴത്തേക്ക് എനിക്കുണ്ടായിരുന്ന 20% ദൈവവിശ്വാസവും പോയി. പിന്നെ ദൈവം ഇല്ല, അങ്ങനെയൊന്നും ഇല്ല, ചുമ്മാ ഇതൊരു സയൻസാണ്, ചുമ്മാ ആൾക്കാരെയൊക്കെ പറ്റിക്കാനുള്ളൊരു പരിപാടിയാണെന്നുള്ളൊരു ഇതിലായിരിക്കും ഞാൻ മൊത്തം. പിന്നെ എൻ്റെ കൂടെയുള്ളവരും അങ്ങനെ ഒരു ചിന്താഗതിക്കാരായിരുന്നു. അപ്പം എത്തിസ്റ്റ് എന്നൊരു ഇതിൽ മൊത്തത്തിൽ ഞാൻ മാറിക്കഴിഞ്ഞു. ഇനി ദൈവം ഉണ്ടെന്നൊക്കെ പറയുന്നവർക്ക് എനിക്ക് ഒന്നും തോന്നാറില്ല, എനിക്ക് ചിരിക്കാനായിരുന്നു തോന്നുന്നത് ശരിക്കും ദൈവം ഉണ്ടെന്നൊക്കെ പറയുമ്പം. അപ്പം ഞാൻ വീണ്ടും ഒരു അറ്റംപ്റ്റ് എഴുതി, അത് 2ാമത്തെ അറ്റംപ്റ്റ്, അതും ഫെയിലായപ്പോഴത്തേക്ക് ഫുള്ളി പോയി. ഇനി എഴുതണോ വേണ്ടായോ, കാരണം എൻ്റെ തീരുമാനം കൊണ്ട് മാത്രം വന്നൊരു കോഴ്സാണ്. എനിക്കത് വേറെ ആളിനെ എടുത്തു വെക്കാൻ പോലും പറ്റത്തില്ല. നിങ്ങൾ കാരണം ഞാനിതിന് പോയെന്ന് പോലും എല്ലാവരും എന്നെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങുന്ന രീതിയിലായിപ്പോവും സംഭവം. അപ്പോൾ എനിക്ക് ഈ പബ്ലിക് ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യാനോ ആരെങ്കിലും ഈ കൂട്ടുകാരൊക്കെ ചേരുന്നിടത്ത് ചെന്ന് നിൽക്കാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആരെങ്കിലും ഒരാളൊന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും. നിൻ്റെ CA എന്തായെന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ട് വിഷമം വരും. കാരണം അവരൊക്കെ ഓരോ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ശരിക്കും വീട്ടിലിരുന്നാണ് പഠിക്കുന്നത്, വീട്ടിലൊരു റൂമിൽ ഒറ്റയ്ക്കിരുന്നാണ് പഠിക്കുന്നത്. അപ്പം പുറത്തുള്ളവരായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. അപ്പം പുറത്തോട്ട് ഒരാടുത്ത് ഇറങ്ങി എനിക്ക് സംസാരിക്കാനൊന്നും പറ്റത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും നിൻ്റെ കോഴ്സ് എന്തായി, നീ പാസ്സായെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും. പിന്നെ ഒരു 2 ആഴ്ചത്തേക്ക് ഭയങ്കര വിഷമമാണ്, ഉറങ്ങാനൊന്നും പറ്റത്തില്ല. അങ്ങനെ പിന്നീട് ഒരു അറ്റംപ്റ്റ് എഴുതി, അതെൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റാണ്, 3ാമത്തെ ആ എക്സംഷൻ കഴിയുന്ന അറ്റംപ്റ്റായിരുന്നു വരുന്നത്. അപ്പോൾ എഴുതണോ വേണ്ടായോ എന്നൊന്നും അറിയത്തില്ല, ഞാൻ എഴുതണോ വേണ്ട എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. ശരിക്കും ആ അറ്റംപ്റ്റ് കൂടി പാസ്സായില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാമെന്ന് പറഞ്ഞ് തന്നെ ഇരുന്നതാണ്. വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു ശരിക്കും ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന്. അങ്ങനെ ഇരുന്ന അറ്റംപ്റ്റിലാണ് എൻ്റെ അമ്മ ഒരു അധ്യാപികയാണ്. അമ്മ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഒരു ആൻറ്റി ഒരു കാശ് കൊണ്ട് കൊടുത്തത്. പതിവില്ലാതെ ആൻറ്റി വന്ന് ചോദിച്ചു, കാവ്യ എന്തായി പാസ്സായെന്ന് ചോദിച്ചു. അന്നേരം അമ്മയുടെ വിഷമം പറഞ്ഞില്ല, പാസ്സായില്ല, എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല, അവൾ ഭയങ്കര വിഷമത്തിലായി, അതാരത്തും മിണ്ടത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്, അവിടെ പോയെന്ന് പ്രാർത്ഥിച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ട് ആൻറ്റിയുടെ കയ്യിൽ നിന്ന് ഒരു കാശ് രൂപ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു, അമ്മയുടെ കൊടുത്തു വിട്ടു. എന്നിട്ട് പറഞ്ഞു ഇതും കൊണ്ട് പോയി നീ എക്സാം എഴുതാൻ പറ, അവൾ പാസ്സാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ അറ്റംപ്റ്റിൽ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ഇനി വേറെ വഴിയൊന്നും ഇല്ലല്ലോ, ദൈവത്തെയും വിശ്വാസം ഇല്ലാതെ ഇനിയിപ്പോൾ ഇതെന്തെങ്കിലും നടക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ഇതും കൊണ്ട് തന്നെ പോയി അങ്ങനെ പ്രാർത്ഥിച്ചൊന്നുമില്ല. ഇത് പിടിച്ച് ഞാൻ എക്സാം എഴുതിയിട്ട് എനിക്ക് എപ്പോഴും കോൺഫിഡൻസ് ആയിട്ട് സബ്ജക്റ്റ് ഉണ്ട്, ഞാൻ അതിന് എപ്പോഴും 70 above മാർക്ക് മേടിക്കും, എന്നാലും നമുക്ക് അഗ്രഗേറ്റ് വരുമ്പം 200 above വരത്തുള്ളൂ. ആ സബ്ജക്റ്റ് എനിക്ക് ഭയങ്കര ടഫായിരുന്നു. അപ്പം ഞാൻ ഇറങ്ങിയപ്പോഴും വിചാരിച്ച് ഫെയിലായി, ഈ അറ്റംപ്റ്റും പോയി, ഇനി നോക്കണ്ട, ഞാൻ കോഴ്സ് ഡ്രോപ്പ് ചെയ്യുക, ഇനി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, ഇനി പോട്ടെന്ന് വിചാരിച്ച്
അങ്ങനെ ഇറങ്ങി ഞാൻ റിസൾട്ട് വന്നു വെച്ചാൽ ഞാൻ റിസൾട്ട് നോക്കിയില്ല. ഇതിന് മുന്നത്തെ അറ്റംപ്റ്റിലൊക്കെ റിസൾട്ട് വരുമ്പം ഞാൻ ഒരു ആർട്ടിക്ഷിപ്പ് ഫേമിൽ ആർട്ടിക്ഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഫേമിലെ സാറ് എൻ്റെ അവസ്ഥയെല്ലാം കണ്ട് ആരെങ്കിലും കൂട്ടിയായിരിക്കും വീട്ടിൽ വിടുന്നത് റിസൾട്ട് വരുന്ന ദിവസം. എപ്പോഴും അഗ്രഗേറ്റ് കിടക്കും, പക്ഷേ ഒരു സബ്ജക്റ്റ് ഞാൻ ഒരിക്കലും പാസ്സാവത്തില്ല. ആ സബ്ജക്റ്റ് കാരണം എപ്പോഴും ഫെയിലായിക്കൊണ്ടിരിക്കും. അപ്പോൾ പുള്ളിക്കാരൻ എപ്പോഴും ആരെങ്കിലും ഒരാളെ കൂട്ടി എന്നെ വീട്ടിൽ വിടത്തുള്ളൂ. പേടിയാക്കാൻ എൻ്റെ അവസ്ഥ കാരണം ഞാനവിടെ കിടന്നുണ്ടാക്കുന്ന ബഹളമെല്ലാം കാരണം പുള്ളിക്കാരന് പേടിയായിരുന്നു. അപ്പോൾ ആരെങ്കിലും വിളിച്ച് എന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ പറയും. വീട്ടിൽ കൊണ്ടാക്കി തന്നെ വേണമെന്ന് പറയും, വഴിയിലെങ്ങും കൊണ്ടാക്കരുത്, വീട്ടിൽ തന്നെ കൊണ്ടാക്കണമെന്ന് പറയും. അങ്ങനെ ആ അറ്റംപ്റ്റിൽ ഞാൻ പറഞ്ഞു വേണ്ട, എൻ്റെ കൂടെ ആരും വരണ്ട, ഞാൻ തന്നെ പൊക്കോളാന്ന് പറഞ്ഞു. കാരണം പാസ്സായില്ലെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് പറ്റത്തില്ല, എനിക്കിനി ആരെയും ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഭയങ്കര സങ്കടത്തിൽ നിൽക്കുക. കാരണം കൂടെയുള്ളവരെല്ലാം ഓരോ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ടീച്ചേഴ്സിനെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല, പേരൻസിനെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരെല്ലാം 100 പ്രാവശ്യം പറഞ്ഞതാണ് ഇങ്ങനെ ഒരു കോഴ്സിൽ നീ പോകാൻ പാടില്ല എന്ന്. പ്രത്യേകിച്ച് ഞാൻ സയൻസ് എടുത്തിട്ട് ഇതിന് പോയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര എതിർപ്പായിരുന്നു. ഇങ്ങനെ ഒരു കോഴ്സിന് പോവണ്ട, വേറെ എന്തെങ്കിലും കരിയർ സെറ്റിലാവുന്ന എന്തെങ്കിലും കോഴ്സിന് പോകണം, ഇതിൻ്റെ പേര് നടക്കരുത്, 10-12 വർഷമൊക്കെ നീ ഇതിൻ്റെ പുറകെ നടക്കേണ്ടി വരുമെന്ന്. അങ്ങനെ ഇരുന്ന് അറ്റംപ്റ്റ് ഞാൻ റിസൾട്ട് നോക്കിയില്ല എന്ന്. കാരണം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എന്തുവാന്ന് പോലും അറിയത്തില്ല. കാരണം റിസൾട്ട് നോക്കി ഞാൻ ഫെയിലായില്ലെങ്കിൽ എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ. അപ്പം എൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു കാവ്യ നീ പാസ്സായെന്ന്. 3 അറ്റംപ്റ്റ് എടുത്ത ശേഷം ഞാൻ മാതാവിനെ പരിചയപ്പെട്ടോ ആ അറ്റംപ്റ്റ് ഞാൻ പാസ്സായി. അതും കറക്റ്റ് 200 മാർക്കിന്. 1 മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫെയിലാണ്. കറക്റ്റ് 200 മാർക്ക് ഞാൻ പാസ്സായി. അതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സാക്ഷ്യം. പിന്നെ അത് കഴിഞ്ഞിട്ടും എൻ്റെ ഉടമ്പടി ഞാൻ എടുത്തില്ല. അപ്പോഴും ഉടമ്പടി എടുത്തില്ല. കാരണം മാതാവിനെ അറിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. എൻ്റെ സിസ്റ്റർ ഇങ്ങനെ ജർമ്മനി പോകാൻ നിൽക്കുമായിരുന്നു. പുള്ളിക്കാരി വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. അതുപോലെ എനിക്ക് വിശ്വാസം ഇല്ലായ്മയിൽ നിന്ന് പെട്ടെന്ന് വിശ്വാസത്തിലോട്ട് വരിക. അപ്പോൾ ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്. കാരണം എൻ്റെ കൂടെ നിന്നവരെല്ലാവരും തന്നെ വിശ്വാസം ഇല്ലാത്തവരാണ്. അപ്പോൾ അവർ പറയുന്നതും എല്ലാം കേട്ട് ഇങ്ങനെ ദൈവമൊന്നും ഇല്ല എന്ന് പറയുന്ന അങ്ങനെ ഒരു ചിന്താഗതി നിന്ന ഒരാൾ പെട്ടെന്ന് വിശ്വാസത്തിലോട്ട് വരുമ്പോൾ ചില സംശയങ്ങളൊക്കെ കാണും. ഇപ്പോൾ ഇനി എത്ര വിശ്വാസത്തിലോട്ട് വന്നെന്ന് പറഞ്ഞാലും എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടോ ശരിക്കും. ഓക്കെ, ഞാൻ പാസ്സായി, ഞാൻ മാതാവിൻ്റെ കാശുരൂപം പിടിച്ചുകൊണ്ട് പോയിട്ട് തന്നെ പാസ്സായത്, പക്ഷേ ഞാൻ പാസ്സായി, പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടോ ശരിക്കും, ഭയങ്കര ഡൗട്ടായിരുന്നു. അപ്പോൾ എൻ്റെ സിസ്റ്റർ ഉടമ്പടി എടുത്തു. പുള്ളിക്കാരി ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പോകുമായിരുന്നു. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പോയി. പുള്ളിക്കാരിക്ക് ജർമ്മനി പോകാൻ എല്ലാം ശരിയായി. പുള്ളിക്കാരി പോയിട്ട് പിന്നെ പുള്ളിക്കാരി പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാം. ഞാൻ ഉടമ്പടി എടുത്ത്, വീട്ടിൽ നിന്ന് ഒരാൾ ഉടമ്പടി എടുത്ത്. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തത്. അപ്പോഴാണ് ശരിക്കും മനസ്സിലായത് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും സമാധാനവും ഒക്കെ എന്തുവാന്ന്. അച്ഛൻ്റെ ടോക്കൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഉടമ്പടി കൊണ്ട് നമുക്ക് എന്തൊക്കെ കിട്ടുന്നതെന്ന് എനിക്കെല്ലാം മനസ്സിലായത്. അതുവരെ ഞാനിങ്ങനെ അനിയത്തിയോടുള്ള പത്രങ്ങൾ കൊടുക്കാൻ പോയാലും എനിക്കൊരു ചമ്മല. കാരണം വിശ്വാസം ഇല്ലാത്തവരുടെ മനസ്സിൽ എന്തുവാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. കാരണം ഒരു 2 വർഷത്തോളം ഞാൻ വിശ്വാസം ഇല്ലാതെ ജീവിച്ച ഒരാളാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ഉറപ്പായിട്ടും അറിയാം എന്തായിരുന്നു അവരുടെയൊക്കെ മനസ്സിൽ എന്തായിരിക്കും, അവരെന്തായിരിക്കും കളിയാക്കുന്നതെന്നെല്ലാം എനിക്ക് നല്ലപോലെ അറിയാം. അപ്പോഴും അനിയത്തി പത്രം കൊടുക്കുമ്പോഴും ഞാൻ പുറകോട്ട് മാറി നിൽക്കും. അവൾ കൊടുക്കട്ടെ, ഞാൻ പോകത്തില്ല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അമ്പലങ്ങളിൽ പോകാനായാലും അവൾ മുന്നോട്ട് അമ്പലത്തിൽ ഇറങ്ങിയാലും ഞാൻ അമ്പലത്തിൽ പോകത്തില്ല. കാരണം എനിക്ക് ചെന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ വിളിച്ചപ്പോഴൊന്നും അവരാരും വിളി കേട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ഒരിക്കലും അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അവളെപ്പോഴും വഴക്ക് പറയും, നീ എന്താ വരാത്തത്, അമ്പലത്തിലും വരത്തില്ല, പള്ളിയിലും വരത്തില്ല, ഒന്നിലും വരത്തില്ല. ഞാൻ ആദ്യമൊക്കെ ഭയങ്കര പുറകോട്ട് വന്നു. പിന്നെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പം പയ്യെ ഞാൻ അതിനകത്തോട്ട് ആവാൻ പോയി. അച്ഛൻ പറയുന്ന പോലെ ആ ഒരു ഉടമ്പടി ട്രാക്കിലോട്ടായി കഴിയുമ്പം ഭയങ്കര സ്നേഹമാണ് മാതാവിൻ്റെ അടുത്തും ഈശോ അടുത്തുമൊക്കെ. പിന്നെ ഞാനിപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കിപ്പം ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞാണ് എൻ്റെ ഫൈനലിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് വന്നത്. അപ്പോഴും ഞാൻ ഉടമ്പടി എടുത്തു. അങ്ങനെ ആദ്യത്തെ ഒരു ഉടമ്പടിയിൽ അത്രയ്ക്ക് അങ്ങോട്ട് ആയില്ല. ആ ഒരു വിശ്വാസത്തിലോട്ട് വരുന്നതേ ഉള്ളൂ. അപ്പം തന്നെ ഞാൻ വരും, പ്രാർത്ഥിക്കും. അങ്ങനെ വലിയ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അങ്ങനെയൊന്നുമില്ല. വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പോവും. എന്നിട്ട് അങ്ങനെ ആ അറ്റംപ്റ്റ് എഴുതിയിട്ട് ഞാൻ റിസൾട്ട് വെയിറ്റ് ചെയ്ത് റിസൾട്ട് വന്ന് ഫെയിലായി. എനിക്ക് പക്ഷേ വിഷമമൊന്നും തോന്നിയില്ല. പക്ഷേ എല്ലാ പ്രാവശ്യവും ഭയങ്കര വിഷമമാണ്. ആ അറ്റംപ്റ്റ് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എക്സാം എഴുതാൻ പോയ അറ്റംപ്റ്റിൽ കരഞ്ഞ് വിളിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. ഓരോ എക്സാമിനും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് കരഞ്ഞ് വിളിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ പറയും, നീ ഇനി എക്സാം എഴുതണ്ട, ഡ്രോപ്പ് ചെയ്ത് ഇതൊന്ന് കണ്ടുകൊണ്ട് നിൽക്കാൻ വയ്യ, എഴുതണ്ടാന്ന്. അപ്പോൾ എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഓഫീസ് വർക്ക് ചെയ്തൊരു പുള്ളിയുണ്ട്. ആ പുള്ളി ഞാൻ ഒരുമിച്ചാണ് എക്സാമിന് പോകുന്നത്. ആ പുള്ളി നല്ല കൂളാണ്. അപ്പോൾ എൻ്റെ ടെൻഷൻ കണ്ട് പുള്ളിക്കും ടെൻഷനാവും. പുള്ളി ചോദിക്കും, നീയൊന്ന് അടങ്ങി, ഇത്രയും ടെൻഷൻ അടിക്കേണ്ട, വരുന്നത് വരട്ടെന്ന് പറയും. പിന്നീട് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാനൊരു എക്സാം എഴുതാൻ പോയി. എക്സാം എഴുതി പോയപ്പോൾ ഞാൻ ഭയങ്കര കൂളായിരുന്നു. പുള്ളി തന്നെ ചോദിക്കും, കാവ്യ ഇതെന്താ നീ ഇത്ര കൂളായിട്ടിരിക്കുന്നത് എന്താ എന്നിട്ട് ഞാൻ പറയും, ഒന്നുമില്ല എനിക്ക് എൻ്റെ മാതാവും ഈശോയും ഉണ്ട്, അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു ടെൻഷനും ഇല്ല. ഞാനിപ്പോൾ പാസ്സായില്ലെങ്കിലും സാരമില്ല, എനിക്കുള്ള എന്തെങ്കിലും വലിയതായിട്ട് എന്തെങ്കിലും എൻ്റെ മാതാവും ഈശോയും എനിക്ക് വെച്ചിട്ടുണ്ടായിരിക്കുമെന്ന് പറയും. അത് കഴിഞ്ഞ് ഞാൻ
ഞാൻ ശരിക്കും ഈ എക്സാമിൻ്റെ സമയങ്ങളിൽ ഒരു 2 മാസം പുറത്തോട്ട് ഇറങ്ങത്തില്ല. പുറത്തോട്ട് പ്രാർത്ഥിക്കാനാണെങ്കിലും ഞാൻ വീട്ടിൽ ഇരുന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ. പള്ളിയിലോ എങ്ങോട്ടും പോകത്തില്ല. കാരണം എനിക്ക് ഭയങ്കര ടൈം കാൽക്കുലേഷനൊക്കെ ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കും. ഇത്ര ടൈമിനുള്ളിൽ ഇത്ര പഠിക്കണം, നമ്മളിപ്പോൾ ഇങ്ങനെ ഇത്രയും ട്രാവൽ ചെയ്താൽ 2 മണിക്കൂർ പോവും, ആ 2 മണിക്കൂർ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര സബ്ജക്റ്റ് തീർക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാൽക്കുലേഷനാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള സമയമൊന്നും കളയത്തില്ല. അങ്ങനെ പക്ഷേ കഴിഞ്ഞ അറ്റംപ്റ്റിൽ ഞാൻ എക്സാമിൻ്റെ തൊട്ടൊരാഴ്ചയ്ക്ക് മുന്നിൽ 2 പ്രാവശ്യം ഇവിടെ വന്ന് 2 പ്രാവശ്യം വന്ന് മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് എനിക്ക് അച്ഛനെ കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഒരു കാശ് രൂപവും തന്നിട്ടാണ് വിട്ടത്. എന്നിട്ട് എനിക്ക് ഈ പ്രാവശ്യം ടെൻഷനില്ല. അപ്പം ഈ അച്ഛൻ തന്ന കാശ് രൂപം എനിക്കൊന്ന് മിസ്സായി ഇടയ്ക്ക്. എന്ന് വെച്ചാൽ ഞാൻ പഠിക്കുമ്പോൾ കൂടെ വെക്കണമെന്നാണ് പറഞ്ഞത്. ഞാൻ പഠിക്കുമ്പോൾ കൂടെ വെച്ചിരുന്നതാ. സംഭവം മിസ്സായെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്ക് അതുവരെ ടെൻഷൻ ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ വന്നു. ഞാൻ അമ്മയെടുത്ത് ചെന്ന് പറയുകയും ചെയ്ത്, അമ്മ ടെൻഷൻ എനിക്ക് കുറേ നാളുകൊണ്ട് ഇല്ലാതിരുന്ന ടെൻഷൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഇല്ലാതിരുന്ന ടെൻഷൻ എനിക്ക് വീണ്ടും വന്നമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു അതെന്താ ഇങ്ങനെ? അപ്പോഴും ഞാൻ പെട്ടെന്ന് ഓർത്ത് എൻ്റെ കാശ് രൂപ എവിടെ? അപ്പോൾ ഞാൻ പോയി ബുക്കിനകത്ത് തപ്പിയപ്പോൾ എൻ്റെ കാശ് രൂപ ഇല്ല. ഞങ്ങളൊരു 2 മണിക്കൂറോളം കാശ് രൂപം തപ്പി അവിടെ കിടന്ന്. ഞാൻ ഉടമ്പടി ചെയ്ത ശേഷം അന്നാണ് ഞാൻ എൻ്റെ എക്സാമിനെ ആലോചിച്ച് കരഞ്ഞത്. എനിക്ക് ഭയങ്കര സങ്കടം വന്നു. കാരണം ഞാൻ അച്ഛനെ കാണാൻ വന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ 2ാമതും അച്ഛനെ കാണാൻ വന്നപ്പോൾ എനിക്ക് പറ്റിയത് എനിക്ക് ആ കാശ് രൂപം കിട്ടിയതും എനിക്ക് ഭയങ്കര സങ്കടം വന്നു. അപ്പോൾ ആ കാശ് രൂപം കിട്ടി ഞാൻ അത് കാണാതെ അന്ന് മൊത്തം എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇനി വീണ്ടും ഫെയിൽ തന്നെയാണോ എന്ന് ഞാൻ വിചാരിച്ച് അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് അപ്പുറത്തെ വീട്ടിലെ കുട്ടിയെടുത്തൊന്ന് ചോദിക്കാൻ തോന്നി. മോൻ വല്ലതും എടുത്തോ കാശ് രൂപം ഒന്ന്? കുട്ടി വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ കുട്ടി ഓടി വന്ന് പറഞ്ഞ് ചേച്ചി ഞാനെടുത്ത്, ചേച്ചി അത് കളിക്കുന്നത് എന്തോ ആയിരുന്നെന്ന്. ഞാൻ വിചാരിച്ച് ആ കാശ് രൂപം ഞാനെടുത്തെന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നുമോനെ ഞാൻ മൊത്തത്തിൽ ഇല്ലാതായിപ്പോയി. ഞാൻ ഒത്തിരി നാൾക്ക് ശേഷം ഇത്രയും ടെൻഷൻ അടിക്കുന്നതാണ് ഇപ്പോഴാണ്. ഇങ്ങനെ നീ എടുത്തുകൊണ്ട് ഒരു വാക്ക് എൻ്റെ അടുത്ത് ചോദിച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചു. അങ്ങനെ എനിക്ക് ആ കാശ് രൂപം തിരിച്ചു കിട്ടി. ആ കാശ് രൂപം കൊണ്ടാണ് ഞാൻ എക്സാമിന് പോയത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു സെക്കൻഡ് ലാസ്റ്റ് എക്സാമിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞൊരു പേപ്പറാണ്. ആ പേപ്പറും ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആൾ. അപ്പോൾ ആ പേപ്പർ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നത് എപ്പോഴും. ആ പേപ്പറിനന്ന് ഞാൻ രാവിലെ ബുക്ക് എടുത്ത് വെച്ചപ്പം ഞാൻ ബ്ലാങ്ക് ആയിപ്പോയി. എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് എന്തോ ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. പക്ഷേ എനിക്ക് ടെൻഷൻ വന്നില്ല. ഞാൻ ബുക്ക് അടച്ച് വെച്ചിട്ട് ഞാൻ അച്ഛൻ്റെ ടോക്കും സാക്ഷിയൊക്കെ കേൾക്കാൻ തുടങ്ങി. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഭയങ്കരമായിട്ടൊരു സുഗന്ധം വന്ന്. അപ്പം തന്നെ ഉറപ്പിച്ച് ഞാൻ എന്തായാലും പാസ്സാവും ഈ അറ്റംപ്റ്റ്. ഞാൻ മറന്നതൊന്നും എൻ്റെ എക്സാം ഹോളിൽ എൻ്റെ മാതാവിനെ മറക്കാൻ അനുവദിക്കത്തില്ല. എന്തായാലും എനിക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ എക്സാം ഹോളിൽ ഞാൻ പോകുമ്പോഴും അവിടെ ചെന്നിരുന്ന ആദ്യത്തെ എക്സാമിന് തന്നെ ഞാൻ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഫുള്ള് എനിക്കൊന്നും അറിയാത്ത പോലെ, എനിക്കൊന്നും അറിയത്തില്ല. എല്ലാം പഠിച്ചതാണ്, പക്ഷേ ഒന്നും അറിയത്തില്ല. ഞാൻ അവിടെ ചെന്നിരുന്ന് എന്ത് എഴുതണമെന്ന് പോലെ അറിയത്തില്ല. ഞാനൊരു 5 മിനിറ്റ് കണ്ണടച്ച് എൻ്റെ മാതാവേ എനിക്കൊന്നും അറിയത്തില്ല, നീ എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരുന്നെങ്കിൽ ഞാനത് എഴുതും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ എഴുതിയിട്ട് പോരുന്നു. ഞാൻ ഉടമ്പടി വന്ന് പുതുക്കിയായിരുന്നു. ഡിസംബർ 3-ാം തീയതിയാണ് ഉടമ്പടി വന്ന് പുതുക്കിയത്. ഉടമ്പടി പുതുക്കി ഞങ്ങൾ 4-ാം തീയതി പത്രം ഇവിടുന്ന് കിട്ടിയത്. പത്രവും അതുപോലെ തന്നെ പത്രം കൊടുക്കാൻ നേരത്തെ എന്തായാലും ഞങ്ങൾ ഫുഡ് കൊണ്ടുപോകാറുണ്ട്. ഫുഡ് കൊണ്ടുപോയി ഈ റോഡരികി ഇരിക്കുന്നവർക്കാണ് കൊടുക്കുന്നത്. അന്ന് ഞങ്ങൾ റോഡരികി ഇരിക്കുന്നവരെ ആരെയും കണ്ടില്ല. ഞങ്ങളങ്ങ് കൊല്ലത്തുനിന്ന് ഓച്ചിറ വരെ വന്ന് ഫുഡ് കൊടുക്കാൻ ആരെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡെല്ലാം കൊടുത്ത് തിരിച്ച് വന്ന് പിറ്റേ ദിവസം വീട്ടിൽ വന്ന് 5:30 പ്രാർത്ഥന ചൊല്ലിയപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പം വീടിൻ്റെ ഒരു കോണിൽ നമ്മുടെ നീല മെഴുകുതിരിയും പച്ച മെഴുകുതിരിയുടെയും ഒരുമിച്ച് ചേർന്നൊരു 4 രൂപം ഇന്നും എൻ്റെ വീട്ടിൽ അതുണ്ട്. അതെന്തിനാണ് വന്നതെന്ന് എനിക്കപ്പം മനസ്സിലായില്ലായിരുന്നു ശരിക്കും. അത് കഴിഞ്ഞ് പിറ്റേന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ട്. ഞാൻ മരിക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത്. മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടിട്ട് എൻ്റെ മുകളിൽ പൂക്കൾ വാരി എറിയുന്നു. അത്രേ കണ്ടോളൂ. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ മാതാവ് ഇങ്ങനൊരു സംശയം, ഇങ്ങനൊരു സ്വപ്നം, എന്തുകൊണ്ട് ഇങ്ങനൊരു സ്വപ്നം കാണാൻ പറ്റിയത് എനിക്കറിയത്തില്ല. ഇനി ഞാൻ വന്ന് നേരിട്ട് വരണോ, മാതാവിൻ്റെ അടുത്ത് ഒന്നുകൂടി ചോദിക്കണം. ഞാൻ ഒന്നും അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് അതെല്ലാം പോയി കഴിഞ്ഞ് ഞങ്ങൾ ഡിസംബർ 22-ന് ഞാനും എൻ്റെ മാമൻ്റെ ഫാമിലിയായിട്ട് ഞങ്ങൾ ഈ വെക്കേഷൻ ആയതുകൊണ്ട് മൂന്നാർ വരെ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. മൂന്നാർ പോയി ഞാൻ യാത്ര ചെയ്യുമ്പോഴെപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലും. യാത്ര ചെയ്യുമ്പോഴെന്നല്ല, വണ്ടി ഓട്ടിക്കുവാണെങ്കിലും വിശ്വാസ പ്രമാണം ചൊല്ലും. എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴാണെങ്കിലോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴെപ്പോഴെല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി തന്നെയാണ് നിൽക്കുന്നത്. വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഒന്ന് മയങ്ങിയതേ ഉള്ളൂ. ഒരു മണിയൊക്കെ ആയി. തിരിച്ചു വന്ന് 1 മണിയൊക്കെ ആയി. ഒരു 10 മിനിറ്റ് ആയതേ ഉള്ളൂ ഞാൻ ഒന്ന് മയങ്ങിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മയങ്ങി ഭയങ്കരമായിട്ടൊരു ശബ്ദം കേട്ടു. പിന്നെ ഞങ്ങൾ നോക്കുന്നത് വണ്ടി തലകുത്തനെ താഴെ കിടക്കുക. അങ്ങനെ ഞങ്ങൾ വണ്ടി ഇങ്ങനെ മലന്ന് കിടക്കുന്നതുകൊണ്ട് ഡോറ് തുറക്കാനൊന്നും പറ്റത്തില്ല. ഡോർ അങ്ങ് ജാമായിപ്പോയി 4 സൈഡും. ഡ്രൈവർ ഇരിക്കുന്ന സൈഡ് മാത്രം തുറന്ന്
ഒരു പകുതി തുറന്നു കിടപ്പുണ്ട്. പുള്ളിക്കാരന് നല്ല വെയിറ്റുള്ള ആളാണ്. പുള്ളിക്കാരൻ അതിനകത്തൂടെ എങ്ങനെ ഇറങ്ങിയെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. പുള്ളിക്കാരൻ ഇപ്പോൾ ശ്രമിച്ചാൽ അത് ഇറങ്ങാൻ പോലും പറ്റത്തില്ല. അതിൻ്റെ ഇടയ്ക്കൂടെ ഇറങ്ങി പുള്ളിക്കാരൻ 4 ഡോറും തുറക്കാൻ നോക്കി. പക്ഷേ 4 ഡോറും തുറക്കാൻ പറ്റിയില്ല. 5 വയസ്സുള്ള ഒരു കുഞ്ഞുൾപ്പെടെ ഞങ്ങൾ 6 പേരാണ് അതിനകത്തുള്ളായിരുന്നത്. അതിനകത്തുനിന്ന് ആ കാറിൻ്റെ ഡിക്കി കംപ്ലൈൻറ്റാണ്. അപ്പം പുള്ളിക്കാരൻ പക്ഷേ ഓടിച്ചെന്ന് ഡിക്കി തുറന്നപ്പോഴത്തേക്ക് ഡിക്കി പെട്ടെന്ന് ഡിക്കി തുറന്ന് ആദ്യം ആരെ കിട്ടും അവരെ കാല് പിടിച്ച് വെളിക്കിട്ട് ഓരോരുത്തരും വെളിക്ക് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് കാറ് 20 അടി താഴ്ചയിലാണ് കിടക്കുന്നതെന്ന്. കാറ് ടോട്ടൽ ലോസാണ്. കാറൊന്നുമില്ല. കണ്ടവരെല്ലാം ചോദിച്ചിരുന്നത് ഇതിനകത്ത് ആരെങ്കിലും ഇനി ജീവനോടെ ബാക്കിയുണ്ടോയെന്നാണ്. ഞങ്ങൾ നേരെ കണ്ടത് ഓപ്പോസിറ്റ് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ആദ്യം കയറി ചെന്നപ്പോൾ കണ്ടത് എൻ്റെ ഒരു മാതാവും ഈശോ ഇരിക്കുന്ന ഒരു രൂപമാണ്. എൻ്റെ മാതാവ് ഈശോയും തന്നെയാണ് ഞങ്ങൾ 6 പേരെയും മരണത്തിന് വിട്ടുകൊടുക്കാതെ ഈ ആൾക്കാരെ വന്ന് സാക്ഷ്യം പറയാനുള്ള ഭാഗ്യം നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനൊരു 1000 നന്ദിയും പറയുന്നു. അതിനുശേഷം എൻ്റെ റിസൾട്ട് ഇന്നലെ വന്നു. ഞാൻ CA ഫൈനലിൽ ഒരു ഗ്രൂപ്പാണ് എഴുതിയത്. അത് ഞാൻ ഇതുവരെ എക്സാം എഴുതിയതിൽ ഏറ്റവും കൂടുതൽ മാർക്കോടെ ഞാൻ CA ഫൈനലിൻ്റെ ഒരു ഗ്രൂപ്പ് ഇന്നലെ ക്ലിയർ ചെയ്തു. ഇനി ഒരു ഗ്രൂപ്പ് കൂടി ഉണ്ട്. ഞാൻ ഒരു ഗ്രൂപ്പ് ഇപ്പം നിയോഗം വെച്ചിട്ടുള്ളായിരുന്നു. ഇനി ഒരു ഗ്രൂപ്പ് കൂടി ഉണ്ട്. അതെന്തായാലും അടുത്ത പ്രാവശ്യം പാസ്സായി ഞാൻ എൻ്റെ അമ്മയുടെ മുന്നിൽ വന്ന് സാക്ഷ്യം പറയുമെന്ന് എനിക്ക് ഉറപ്പാണ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ വരും. എല്ലാ മാസവും വന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോവും. പത്രം വാങ്ങിച്ച് വെറുതെ കൊടുക്കുമല്ല, ഞാൻ ഓരോ പത്രവും എടുത്തു വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി നന്മറിഞ്ഞ മറിയവും സ്വർഗസ്വനായ പിതാവും ചൊല്ലി ഓരോന്നിലും കുരിശ് വരച്ച് അർഹതമായ കൈകളിലേക്ക് തന്നെ ഇത് എത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ പത്രവും കൊടുക്കുന്നത്. ഞാൻ ഓരോ പത്രവും കൊടുക്കുമ്പോഴും ഞാൻ നോക്കും ഇവരിത് വായിക്കുമോ ഇല്ലയോ. അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. ഇത് നേരത്തെ മാതാവിനെ അറിഞ്ഞവർക്കാണെങ്കിൽ അവർക്ക് പത്രം കൊടുക്കത്തില്ല. കാരണം അവർക്ക് അറിയാവുന്നവരാ, അല്ലെങ്കിൽ അത് ആവശ്യമുള്ളവർക്ക് മാത്രമേ പത്രം കൊടുക്കത്തുള്ളൂ. എന്നിട്ട് പിന്നെ പത്രം കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഓടി വന്ന് ചിലർ സങ്കടം പറയും, മോളെ ഞങ്ങൾക്ക് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം, നീ ഒന്ന് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയും. ഞങ്ങൾക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ രാത്രിയിലത്തെ പ്രാർത്ഥനയിൽ അവരെയും കൂടി ഉൾപ്പെടുത്തി അവർക്ക് വേണ്ടി 7 വിശ്വാസ പ്രമാണം എന്നും ചൊല്ലുന്നുണ്ട്. അതുപോലെ തന്നെ ഏതൊരു അവസരം കിട്ടിയാലും എൻ്റെ അമ്മയും ഈശോയും പറയാനൊരു അവസരം കിട്ടുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയുന്നുണ്ട് എല്ലാവരുടെ അടുത്തും. കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോകാറുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വഴിയിരിക്കുന്നവർക്ക് ആഹാരം മേടിച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ സഹായങ്ങളെല്ലാം ചെയ്യാറുണ്ട്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി.